ഹായ് ഹലോ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതൊരു മോര് കറി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിക്കയും പച്ചമുളകും കൂടെ ഇടണം. പഴുത്ത പച്ചമുളക് വേണം മോര് കറിക്ക്, നല്ല രുചിയും ഉണ്ടാകുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ കറിവേപ്പിലയും കൂടെ അരയ്ക്കാം. മോര് കറിക്ക് തേങ്ങ ഇടണം. തേങ്ങ ഇട്ടു. അതിലേക്ക് 2 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, പിന്നെ അല്പം ജീരകവും കൂടെ ഇടണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ അരയ്ക്കണം. നല്ലതുപോലെ അരയ്ക്കണം. എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ ഇത് വെള്ളമൊക്കെ പറ്റി അതിനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. അരപ്പൊന്ന് ചൂട് പിടിച്ചാൽ മതി, തിളയ്ക്കേണ്ട. ആ രീതിയിലൊന്ന് ചൂട് പിടിക്കണം. മോര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ കലക്കി വെച്ചതാണ്. അതിൻ്റെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യെടുത്ത മോരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മോരെടുത്തു. അത് ചൂടാവുമ്പോഴത്തേക്കും ആ മോര് നമുക്ക് ഒഴിക്കാം. അതായത് ചൂടായി, ഇതിലേക്ക് നമുക്ക് മോരൊഴിക്കാം. തിളയ്ക്കാതെ നമ്മൾ നോക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഇതുപോലെ ഒന്ന് ചൂടായാൽ മതി. നല്ലതുപോലെ ചൂടാവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് നമുക്കതിനെ കടുക് വറക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മോര് കൊള്ളത്തില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചൂടാവുന്ന വരെ നമുക്കിത് ഇളക്കാം. ഇനി അതിലേക്ക് ശകലം ഉലുവാപ്പൊടി ഇടണം. ഇത് ചൂടായി, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് കടുക് വറക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. നമുക്ക് കടുക് വറക്കാൻ വേണ്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കടുക് വറുത്തേക്കുന്നു. അതിലേക്ക് ശകലം മുളക് പൊടിയും കൂടെ ഇടണം. ആ എണ്ണയിലേക്ക് വേണം ഇടാൻ. നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചു. നല്ലതുപോലെ ഒന്ന് ഇളക്കണം. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.